തിരക്കഥാ രചയിതാവായ ഹർഷദിന്റെ ആദ്യത്തെ മേജർ ബ്രേക്ക് വരുന്നത് 2019 ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത ഉണ്ട എന്ന സിനിമയിലൂടെയാണ്. സംഭവം ആ പടത്തിന്റെ ക്ലൈമാക്സിൽ ചില വിട്ടുവീഴ്ചകൾ വരുത്തേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഖാലിദ് റഹ്മാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും സിസ്റ്റത്തിനെ വളരെ എഫക്റ്റീവായിട്ട് വിമർശിച്ച ഒരു സിനിമയായിരുന്നു അത്. അതിനുശേഷം ശ്രീ ഹർഷദ് എഴുതിയ സിനിമയായിരുന്നു 2022 പുറത്തുവന്ന പുഴു. ജാതീയത എത്രത്തോളം ഒരു മനുഷ്യന്റെ ഉള്ളിൽ വിഷം കൊണ്ടുവരുന്നു എന്നത് തുറന്നു കാണിച്ചൊരു സിനിമയായിരുന്നു അത്. എന്നാൽ അതിന്റെ അവസാനം ഏച്ചു കെട്ടിയതുപോലെ നിന്ന പ്രധാന കഥാപാത്രത്തിന്റെ മുസ്ലിം വിരുദ്ധ സമീപനം കാണിക്കുന്ന ട്രാക്ക് സിനിമ ഇറങ്ങിയപ്പോൾ വിമർശനം നേരിട്ടിരുന്നു. അതിനുശേഷം ഹർഷദിന്റെ രചനയിൽ അദ്ദേഹം ആദ്യമായിട്ട് മോഹസിനുമായിട്ട് ചേർന്ന് ഒരുക്കിയിട്ടുള്ള സിനിമയായിരുന്നു കഠിന കഠോരമി അണ്ടകടാഹം. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വന്ന ആ സിനിമയ്ക്ക് ഒരർത്ഥത്തിൽ മറുഭാഗത്തെ പരിഗണിക്കാത്തതുപോലത്തെ ഒരു വിമർശനത്തിന്റെ സ്വഭാവം ഉണ്ടായിരുന്നു. മോഹസിന്റെയും ഹർഷദിന്റെയും രണ്ടാമത്തെ കൊളാബറേഷൻ ആയിട്ടുള്ള വള പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു ഈഗോ ഫൈറ്റ് പോലെ തോന്നുമെങ്കിലും വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ അവതരിപ്പിച്ചിരുന്ന ഒരു എഴുത്തുകാരൻ സട്ടിലിറ്റി പൂർണ്ണമായിട്ട് ഒഴിവാക്കി കഥ പറയാൻ നോക്കുന്ന ഒരു സങ്കടകരമായ കാഴ്ച നമുക്ക് ഈ പടത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ഭാനുപ്രകാശ് എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ജീവിതമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ വിശാലാക്ഷി അക്ഷയ സെന്ററിൽ വെച്ച് സരള എന്ന സ്ത്രീയുമായിട്ട് കൊമ്പ് ഓർക്കുന്നു. സരളയുടെ കയ്യിലുണ്ടായിരുന്ന നല്ല വലുപ്പമുള്ള വീതിയുള്ള കല്ലുകളുള്ള ഒരു വളയായിരുന്നു തർക്കത്തിന്റെ ആധാരം. അതുപോലെ ഒന്ന് തനിക്കും വേണമെന്ന് വിശാലാക്ഷി വാശി പിടിക്കുന്നിടത്ത് തുടങ്ങി കാര്യങ്ങൾ എങ്ങോട്ടൊക്കെ പോകുന്നു എന്നതാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. നടത്തുന്ന പ്രസ്താവനകൾക്കും കലാപരമായ സൃഷ്ടികൾക്കുമെല്ലാം ഒരു രാഷ്ട്രീയമുണ്ട് അല്ലെങ്കിൽ ഉണ്ടാവണം എന്ന് വിശ്വസിക്കുന്ന വ്യക്തി തന്നെയാണ് ഞാൻ. പക്ഷെ സിനിമ പോലെ ഒരു ആർട്ട് ഫോം കൈകാര്യം ചെയ്യുമ്പോൾ ചുമ്മാ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പറയുക എന്നതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് അത് എത്രത്തോളം എഫക്റ്റീവായിട്ട് പറയുന്നു എന്നത്. ഞാൻ മനസ്സിലാക്കിയത് തെറ്റിയിട്ടില്ലെങ്കിൽ വടക്കൻ മലബാറിലെ നാദാപുരം പോലെയുള്ള ഭാഗങ്ങളിൽ സംഭവിച്ച കലാപങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലാണ് ഹർഷദ് ഇത്തവണ കഥ പറയാൻ ശ്രമിക്കുന്നത്. അന്ന് എല്ലാം നഷ്ടപ്പെട്ടവരുടെ സങ്കടങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ കാണിക്കുക എന്ന ഉദ്ദേശമാണ് സിനിമയ്ക്കുള്ളത്. ആ ഒരു കാര്യത്തിലേക്ക് എത്താൻ വേണ്ടി എഴുതി ചേർത്തിട്ടുള്ള സാധനമാണ് നമ്മൾ ട്രെയിലറിലൊക്കെ കാണുന്ന രണ്ട് കപ്പിളുകൾ തമ്മിലുള്ള യുദ്ധം. പക്ഷേ കലാപത്തിൽ പ്രവാസിയുടെ എല്ലാ സ്വത്തുക്കളും കലാപം ഉണ്ടാക്കിയവർ കവർന്നുകൊണ്ടുപോയി എന്ന് പറയുന്ന കഥയിൽ ക്രാഫ്റ്റ് ഇല്ലാത്ത പോലത്തെ ഒരു അവസ്ഥയായി. കഥയിലെ ചില ഭാഗങ്ങൾ അധികമായിട്ട് റൊമാൻറ്റിസൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ചില ഭാഗങ്ങളിലെ കഥാപാത്രങ്ങളെ കാരിക്കേച്ചറുകളാക്കി മാറ്റുന്നുണ്ട്. പിന്നെ ഇതിലെ പ്രധാനപ്പെട്ട കഥയിലേക്ക് പോകുമ്പോൾ കുറച്ചധികം മെലോഡ്രമാറ്റിക് ആയിട്ട് കഥ മാറുന്നുണ്ട്. സിനിമ എന്ന മീഡിയം ഉപയോഗിച്ച് ചുമ്മാ ഡോക്യുമെന്റ് ചെയ്യുക എന്നൊരു നിലവാരത്തിലേക്ക് പലപ്പോഴും വള ഒതുങ്ങിപ്പോകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല ഭാഗങ്ങൾക്കും പല സ്വഭാവമായതുകൊണ്ട് എന്തിനൊക്കെയോ വേണ്ടി ശ്രമിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് ഈ പടത്തിന് മൊത്തത്തിലുള്ളത്. ആ ശ്രമങ്ങളെല്ലാം പാളുന്നത് കൊണ്ട് രാഷ്ട്രീയം മാറ്റിവെച്ച് സിനിമാറ്റിക് ആയിട്ട് മാത്രം അവലോകനം ചെയ്യുമ്പോഴും ഒന്നും തന്നെ നമ്മളെ പിടിച്ചിരുത്തുന്നതായിട്ട് സിനിമയിൽ വരുന്നില്ല. ഇതിലെ പ്രധാനപ്പെട്ട 4 കഥാപാത്രങ്ങൾക്ക് ദേഷ്യം വരുന്ന എപ്പിസോഡുകളെല്ലാം വളരെ അൺകൺവിൻസിംഗ് ആയിട്ടാണ് വരുന്നത്. അതിപ്പോൾ സരളയും വിശാലാക്ഷിയും തമ്മിലുള്ള ഈഗോ ക്ലാഷ് ആണെങ്കിലും ഇന്റർവെല്ലിനടുത്ത് നായകന്മാർ തമ്മിൽ ഏറ്റുമുട്ടുന്നതാണെങ്കിലും എല്ലാത്തിനും ഒരു ഏച്ച് കെട്ടിയ ഫീൽ ഉണ്ടായിരുന്നു. ആ വളയുടെ യഥാർത്ഥ ഉടമ വേറെ ഒരാളാണ് എന്ന് പറയാനാണ് സിനിമ ശ്രമിക്കുന്നത്. പക്ഷേ കഥ പറച്ചിലിന്റെ സ്വഭാവം എക്സെൻട്രിക് ആയിട്ട് മാറുകയും പല കഥാപാത്രങ്ങളെയും മനഃപൂർവ്വം കാരിക്കേച്ചറുകളാക്കി മാറ്റുകയും ചെയ്യുമ്പോൾ ഒരുമാതിരി ആളുകളെ ട്രിഗർ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന യൂട്യൂബ് വീഡിയോയുടെ സ്വഭാവത്തിലേക്ക് സിനിമ പലപ്പോഴും മാറുന്നുണ്ട്. പണ്ട് പ്രിയദർശനും ടി ദാമോദരനും ഒക്കെ ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള സിനിമകളിൽ സവർണ സമുദായത്തിലെ ആളുകളെ വിക്ടിമുകളാക്കി കാണിക്കുന്ന സംഭവത്തെ ഈ അടുത്ത കാലത്തുള്ള പുനർവായനകളിൽ പലരും നിശ്ചിതമായിട്ട് വിമർശിച്ചിരുന്നു. അത്തരം സിനിമകളോട് കണക്ക് തീർക്കാൻ എന്ന പോലെ അപ്പർ കാസ്റ്റിനെ കള്ളന്മാരും കോമാളികളുമാക്കി കാണിക്കുമ്പോൾ തുല്യത എന്ന സാമൂഹ്യ നീതി നടപ്പാക്കുന്നതിലേക്ക് സഹായം ചെയ്യുന്നതിന് പകരം ഒരർത്ഥത്തിൽ എരുതിയിലേക്ക് എണ്ണ ഒഴിക്കുന്ന പരിപാടിയാവുകയാണ് വള പോലത്തെ സിനിമകൾ. ഭാനുപ്രസാദ് എന്ന പോലീസുകാരന്റെ ദേഷ്യവും നിസ്സഹായാവസ്ഥയും എല്ലാം ലുക്മാൻ നല്ല രീതിയിൽ സ്ക്രീനിൽ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ എഴുത്തിന്റെ ഒരു കുഴപ്പം കൊണ്ട് ഇയാളെ ഏത് സമയത്താണ് ദേഷ്യപ്പെടുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും അയാളുടെ അവസ്ഥയോട് നമുക്ക് എംപതൈസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നുണ്ട്. പുതുമുഖമായിട്ടുള്ള ശീതൾ ജോസഫിന് സാമാന്യം നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. പക്ഷേ ആ കഥാപാത്രം നേരിടുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എഴുതിയിട്ടുള്ളത് ഒട്ടും കൺവിൻസിങ് ആകുന്ന രീതിയിലല്ല. എല്ലാവരും ഇഷ്ടപ്പെടേണ്ട ഒരു കഥാപാത്രമല്ല അത്. പക്ഷേ കഥാപാത്രത്തിന്റെ പോരായ്മകളെക്കാൾ മനഃപൂർവ്വം ആ ക്യാരക്ടറിനെ ഒരു ഇൻസെൻസിറ്റീവ് കോമാളി ആക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആ ക്യാരക്ടറിനെ വെറുത്തു പോകുന്നത്. നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളാണ് ധ്യാൻ ശ്രീനിവാസനും രവീണ രവിയും അവതരിപ്പിക്കുന്ന ദമ്പതികൾ ചെയ്യുന്നത്. പക്ഷേ കാരിക്കേച്ചറുകളാക്കാനുള്ള വ്യഗ്രത കാരണം തിരക്കഥ അവരെ കോമാളികളാക്കി മാറ്റുന്നുണ്ട്. വിജയരാഘവൻ എന്ന നടനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിലെ സൂപ്പിക്ക എന്ന ബീറ്റ ഉസ്താദ് ഹോട്ടൽ കഥാപാത്രം ഒരു ചാലഞ്ച് അല്ല. അനായാസം അദ്ദേഹം അത് ചെയ്യുന്നുണ്ട്. ശാന്തി കൃഷ്ണ, അബു സലീം, നവാസ് വള്ളിക്കുന്ന് മുതലായവരാണ് മറ്റ് കഥാപാത്രങ്ങൾ. ഇവരോടൊപ്പം അർജുൻ രാധാകൃഷ്ണൻ ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ ടൈപ്പ് റോൾ സിനിമയിൽ ചെയ്യുന്നുണ്ട്. സത്യത്തിൽ എല്ലാവരെയും ഞെട്ടിച്ച പെർഫോമൻസ് വന്നത് സംഗീത സംവിധായകൻ ഗോവിന്ദ് വസന്തയുടെ കാസ്റ്റിംഗിലായിരുന്നു. രണ്ടാം പകുതിയിലുള്ള ചില ഫ്ലാഷ് ബാക്ക് സ്ഥലങ്ങളിൽ ഗോവിന്ദ് വസന്ത കൊടുത്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ എഴുത്തിന് സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു ഡെപ്ത് കൊടുത്തിട്ടുണ്ട്. പൊളിറ്റിക്കലും ആകണം, അതേസമയം കമേഴ്ഷ്യൽ എന്റർടൈനറും ആകണം എന്ന നിർബന്ധമുള്ള ഒരു സിനിമയാണ് വള. പക്ഷേ ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ സിനിമ സ്വിച്ച് ചെയ്ത് കളിക്കുന്നത് ഒട്ടും സ്മൂത്ത് അല്ല.
പടത്തിന്റെ ഒരു ഭാഗത്ത് ധ്യാൻ ശ്രീനിവാസനും ലുക്മാനും തമ്മിൽ ഒരു മാർക്കറ്റിൽ വെച്ച് ഫൈറ്റ് നടക്കുന്നുണ്ട്. ആ ഒരു ഫൈറ്റിന് വേണ്ടി ലുക്മാൻ അവതരിപ്പിക്കുന്ന പോലീസ് കഥാപാത്രത്തിന്റെ പ്രായോഗിക ബുദ്ധി നല്ല രീതിയിൽ സിനിമ കുറച്ച് കാണിക്കുന്നുണ്ട്. കഥയുടെ അവസാനം വളയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കാൻ ചെയ്യുന്ന കാര്യം കാണുമ്പോൾ എനിക്ക് തോന്നിയത് വളരെ ബ്രില്യൻ്റ് ആയ രാഷ്ട്രീയം പറയുന്ന മോശം നിലവാരമുള്ള വിഷ്വൽ എഫക്ട്സിന്റെ ഷോട്ടുകൾ ഇല്ലാത്ത ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷെ ഓരോ സീനും അത് ആവശ്യപ്പെടുന്നതിലും കൂടുതൽ നേരത്തേക്ക് വലിച്ചു നീട്ടി കൊണ്ടുപോകുന്ന ഈ പടം ആളുകൾ അതിനെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും എന്നതിൽ ബോധേഡ് അല്ല എന്ന് തോന്നുന്നു. വെട്രിമാരനും മാരി സെൽവരാജും ഒക്കെ തങ്ങളുടെ രാഷ്ട്രീയം വ്യക്തമാക്കുന്ന സിനിമകൾ ചെയ്യുമ്പോൾ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു കഥ അവിടെ ഉണ്ടാകും. പറയാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം ആ കഥയുടെ ഭാഗമാവുകയാണ് ചെയ്യുക. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കഥ ഊതിവീർപ്പിച്ച രണ്ട് ഈഗോ കഥകളുടെ നടുവിൽ കുത്തിക്കയറ്റിയിട്ടാണുള്ളത്. പോരാത്തതിന് ഇതിൽ പറയാൻ ശ്രമിക്കുന്ന പല സെൻസിറ്റീവായ രാഷ്ട്രീയവും നല്ല രീതിയിൽ മുളച്ചു നിൽക്കുന്നുമുണ്ട്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്